ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ഹാപ്പി ലാൻഡിലേക്കാണ്. ഹാപ്പി ലാൻഡ് എന്ന് കേൾക്കുമ്പം ഒട്ടുമിക്കവർക്കും പുച്ഛാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ ഊഞ്ഞാലാടാനാണോ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രത്ത് പാർക്കിലും ബീച്ചിലും മോൾസിലും സൂവിലും ഒട്ടുമിക്ക പ്ലേസും എക്സ്പ്ലോർ ചെയ്ത് മടുത്തു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അങ്ങനെ എങ്ങോട്ട് പോകാന്നുള്ള ചർച്ചയിൽ ആരോ ഹാപ്പി ലാൻഡ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് ആലോചിച്ചത് ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തിൽ കൂടുതലായി കാണും അങ്ങോട്ടേക്കൊന്ന് പോയിട്ട്. ഒരുപാട് റൈഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് പൂളെങ്കിലും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്റേഴ്സ് ആണ് വെമ്പായം ഹാപ്പി ലാൻഡിലേക്ക്. അങ്ങനെ രാവിലെ 7 മണിയായപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനി എവിടെ പോയാലും ഫുഡാണല്ലോ മുഖ്യം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിയിട്ട് നേരെ ബസ്സും ഓട്ടോയൊക്കെ പിടിച്ചതേ ഹാപ്പി ലാൻഡിലേക്ക് എത്തി. വണ്ടർലയുടെ അത്രയൊന്നും റൈഡ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് 8-9 പേര് ചേർന്നിട്ടുള്ള ചെറിയൊരു ഗേൾസ് ട്രിപ്പാണ് കേട്ടോ ഇത്. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും സെയിം വൈബും ഒരുമിച്ച് കൂടിയ കട്ടലമ്പുമാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് അടിച്ചു പൊളിക്കുന്ന ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നീണ്ട ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ക്രൗഡായിരുന്നു. വീക്ക് ഡേയ്സിൽ അഡൽസിന് 650 ചിൽഡ്രൻസിന് 520 റേറ്റ് വരുന്നത്. സാറ്റർഡേ സൺഡേ പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ അഡൽസിന് 700 ചിൽഡ്രൻസിന് 570 റേറ്റ് വരാം. അതെ, അരമണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം ടിക്കറ്റൊക്കെ എടുത്ത് ഹാപ്പി ലാൻഡ് തല കുത്തി മറിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് അവിടെ തന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് ഫോൺ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കവറാണ് കേട്ടോ മേടിക്കുന്നത്. പുറത്തൊരു 200 റുപ്പീസിനകത്ത് കിട്ടുന്ന സാധനം അവിടെ 400 റുപ്പീസിനാണ് കേട്ടോ തന്നത്. നല്ല എക്സ്പെൻസീവ് ആണ്. സോ നിങ്ങൾ ആരെങ്കിലും വാട്ടർ തീം പാർക്കിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാഗും ഫോണൊക്കെ ലോക്കറിൽ സേഫ് ആക്കി വെച്ചിട്ട് ലാൻഡ് റൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയാലോ ഗൈസ്, ഹാപ്പി ലാൻഡ് പഴയ ഹാപ്പി ലാൻഡ് ഒന്നുമില്ല, റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പൂൾസിന്റെ ഹൈജീനൊക്കെ കമ്പാരിറ്റീവ്ലി ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. അവരുടെ മാക്സിമം റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ആക്ച്വലി പഴയതിനേക്കാളും നല്ല വൈബ് ഉണ്ടായിരുന്നു കാണാൻ. പൂൾ ഏരിയാസൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയ പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ റൈഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഫ്റ്റർനൂൺ ആവും. അതിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഗോസ്റ്റ് ഹൗസിലേക്കാണ്. പേടിക്കാൻ വലുതായിട്ടൊന്നും ഇല്ലയെന്ന് വിചാരിച്ചാണ് കേട്ടോ പോയത്. പക്ഷേ കയറിയപ്പോൾ തന്നെ ഈ ഒരു സ്നേക്ക് ആ ചേച്ചിയുടെ തലയിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടോ. പേടിക്കാൻ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും ആ ഇരുട്ട് നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രണ്ടിൽ പോകുന്നവരുടെ നിലവിളിയും ആ ഒരു ഡാർക്ക്നെസ്സും പിന്നെ ഇതാ ഇലകളൊക്കെ ബോഡിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലും എല്ലാം കാരണം നമ്മൾ കീറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതേ നമ്മൾ 5D കാണാൻ വന്നിട്ടോ. ഇത്രയും നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഫ്ലോപ്പ് മൊമെന്റ് ആയിരുന്നു ഗൈസ്. ഒരുപാട് നേരം ക്യൂ നിന്നതിന് ശേഷം എത്താറായപ്പോൾ അവർ പറയുവാണ് 5D കംപ്ലൈന്റ് ആയിരുന്നു. ആ വിഷമം തീർക്കാൻ വേണ്ടി നേരെ ഡാഷിംഗ് കാറിലേക്ക് വന്നു. അത് നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. കാർ ഓടിക്കുന്നേക്കാൾ കൂടുതൽ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും പരസ്പരം ഇടിച്ചു കളിക്കുമായിരുന്നു. നമ്മുടെ വിളിയും ബഹളവും കൂവലൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഫ്രണ്ട്സ് ആയിട്ട് പോയതുകൊണ്ട് തന്നെ ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ചിരിച്ചത് ഈ ഒരു ബുൾ റൈഡിലാണ് കേട്ടോ. ആർക്കും ഒരു 5 സെക്കൻഡിന് മുകളിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കയറുന്നേ മുന്നേ തന്നെ താഴെ വീഴുന്നുണ്ടായിരുന്നു. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ ചിരി വരുന്നുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ കയറിയത് ഈ ഒരു റൈഡിലാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഒന്നുമില്ലെന്ന് തോന്നിയിട്ടാട്ടോ കയറിയത്. പക്ഷെ കയറിയപ്പോൾ എനിക്ക് നല്ലോണം തലയിറക്കം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു റൈഡിൽ കയറാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ വാട്ടർ റൈഡ്സ് ആണ് കൂടുതലും ഇഷ്ടം. ഫസ്റ്റ് കയറിയത് ഇതിലായിരുന്നു കേട്ടോ. ഇതിൽ കയറിയപ്പോൾ തന്നെ കൈയും കാലം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി ഫീൽ ആയിരുന്നു കേട്ടോ. കേറി ഇരുന്നിട്ട് പേടിയെന്ന് പറയുന്നു. കൈ പിടിക്കല്ലേ. സത്യം പറഞ്ഞാൽ എല്ലാവരും കോമഡി ആയിരുന്നു കേട്ടോ. ഓരോരുത്തരും ഓരോ പൊസിഷനിലാണ് സ്ലൈഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. കിടന്നു പോകാനുള്ള റൈഡിൽ നമ്മൾ ഇരുന്ന് വരെ പോയിട്ടുണ്ട്. വാട്ടർ റൈഡ്സ് ഒക്കെ അത്യാവശ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളെങ്കിലും എല്ലാത്തിലും നല്ലപോലെ എക്സ്പ്ലോർ ചെയ്ത് വൈബ് ആക്കിയിട്ടുണ്ട് നമ്മൾ. വണ്ടി ട്രിപ്പിന് എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഹാപ്പി ലാൻഡ്. ആക്ച്വലി ബീച്ചിലൊക്കെ എപ്പോഴും പോകുന്നേക്കാളും ഇവിടെ വന്ന് കുറച്ച് വൈബ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ.
അങ്ങനെ വേവ് പൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അടിച്ചു പൊളിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്കാണ് വന്നത്. പിന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വാട്ടർ റൈഡ് ഇതായിരുന്നു കേട്ടോ. അടിപൊളി ഫീലായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പണി കയറി റൈഡ്സിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കയറി ഇറങ്ങുക, ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ വേവ് പൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോണൊക്കെ കൊണ്ട് ലോക്കറിൽ സേഫ് ആക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി കേട്ടോ. അങ്ങനത്തെ അന്നത്തടി അടിച്ചു പൊളിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. നമ്മളെല്ലാവർക്കും കിട്ടില്ല ഡേ തന്നെയായിരുന്നു അത്. ഒരുപാട് മെമ്മറീസും ഹാപ്പിനെസ്സും ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഉള്ള അടിപൊളി ഡേ. പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയത് അവിടുത്തെ ഫുഡാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആരും അവിടെ നിന്ന് ഫുഡ് കഴിക്കാതിരിക്കുക. എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക. അതാണ് നമ്മുടെ ഒപ്പീനിയൻ. സത്യം പറഞ്ഞാൽ ഒരു ബിരിയാണി മേടിച്ചപ്പോൾ മൈദാമാവിലാണോ ചോറുണ്ടാക്കിയതെന്ന് വരെ ഡൗട്ട് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് റിവ്യൂസൊക്കെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് ആദ്യം ഒരെണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി. അതിന് മാത്രം അവർ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ഫുഡ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 7 മണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈസ്റ്റ് ഫോർട്ട് എത്തിയപ്പോൾ തന്നെ. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് അട്ടക്കുളങ്ങര ബുർജിൽ മന്തിയിലേക്കാണ്. അവിടെ ചെന്ന് അടിപൊളി ജെല്ലിക്കെട്ട് മന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ബുർജിൽ മന്തിയുടെ കാര്യം എടുത്തു പറയണ്ടല്ലോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് മന്തി സ്പോട്ടാണ് കേട്ടോ. അത്രയും വിശപ്പിൽ ആ മന്തി കഴിച്ചപ്പോൾ കിട്ടിയ ഫീലൊന്നും പറയാതിരിക്കാൻ വയ്യ ഗൈസ്. എൻ്റെ നാട്ടിലെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ തുള്ളി ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെ കിട്ടില്ല ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അടിപൊളിയാക്കി വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരെ ബൈ.